ഹലോ ഗൈസ്, ഞാനിന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. മോളുടെ സ്കൂളിലെ വായനാ ദിനത്തിൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പം അതിനുവേണ്ടി പോവാണ്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പോണ കാര്യം ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ മുഖത്ത് വെച്ച സൺസ്ക്രീനാണ്, പിന്നെ പൗഡറാണ്. ഞാനെല്ലാം മറ്റേ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ സ്കൂൾ വരെ പോകേണ്ടതുകൊണ്ട് ഞാനങ്ങനെ വലിയ സമയം പോയി. 10:30-ക്കായിരുന്നു പരിപാടി. ഞാൻ ഒരുങ്ങിയപ്പോൾ തന്നെ 10:15 കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഞാൻ മേക്കപ്പിനൊന്നും നിന്നില്ല. അമ്മേനെ ഫ്രണ്ട്സിനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ നന്നായിട്ട് വരുവാണെങ്കിൽ, പക്ഷെ ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് അവളോട്. എനിക്ക് പനിയായിട്ടിരിക്കുമായിരുന്നു. കൂടെ തന്നെ എനിക്കിപ്പം വേദന പീരിയഡ്സാണ്. വേദന എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആകെപ്പാടെ ഒരു ക്ഷീണം, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൗണ്ടിനൊരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുങ്ങി ഇപ്പം ലേറ്റായി. അപ്പം ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ബ്രാൻഡ് നെയിം ഒന്നും എന്നോട് ചോദിക്കില്ല കേട്ടോ, അത് എത്രയായാണ് ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്ന്. അങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു. ഇനി തലമുടിയിലോട്ട് കിടക്കുകയാണ്. മുടിയൊക്കെ ചീകി. ഞാനങ്ങനെ ഉണക്കാനും ഡ്രൈ ചെയ്യാനൊന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ. ഞാൻ അപ്പോഴേ ചീകുകയാണ്. ഒരുക്കി സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ടീഷർട്ടും ഒരു ജീൻസുമാണ്. ഡ്രസ്സൊന്നും ഇട്ടത് ശരിയായില്ല, എല്ലാം റെഡി ആവണം കുറച്ചുകൂടി. അവിടെ കിടന്നൊരു ഐലൈനറൊക്കെ ഞാൻ ഒത്തിരി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാനങ്ങനെ ഒത്തിരി ഉപയോഗിച്ചിട്ട് അങ്ങനെ ഐലൈനറൊക്കെ എഴുതി അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ നന്നായിട്ട് വേണമല്ലോ പോവാൻ. ഞാൻ വീശുന്നതിൻ്റെ കാര്യം ഭയങ്കര ചൂടാണ് കേട്ടോ. കാരണം രാത്രിയിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു. രാവിലെയും ചെറിയ രീതിയിൽ മഴയായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. അപ്പം അതിൻ്റേതായ ആവിയെടുത്ത് കുളിച്ചിട്ട് പോലും ഞാൻ ഒരു വള, പിന്നെ ഒരു ചെയിൻ, ഒരു ബ്രേസ്ലെറ്റ് എൻ്റെ അനിയത്തി തന്നതാണ്. അനിയത്തി മീൻസ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് ഗിഫ്റ്റ് ചെയ്തതാണ്, അവൾ തന്നതാണത്. അപ്പോൾ അതൊക്കെ ഇട്ടു ഒരുങ്ങി ഇതായി. കണ്ണ് ഞാൻ വളരെ ലൈറ്റായിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ, അതുപോലെ കാര്യമായിട്ടൊന്നും എഴുതിയില്ല. ഇനി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണം. എനിക്ക് സ്കൂട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അതുകൊണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പതിയെ നടക്കുകയാണ്. ഒരു കുട എടുത്തിട്ടുണ്ട്, ഫോൺ എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പുതിയ സർക്കാരിൻ്റെ പദ്ധതി അതായത് UDF സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി